വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തുക്കുന്ന ഉടമയല്ല. നമസ്കാരം. കരിമണൽ കമ്പനിയുടെ ഡയറിയിലെ PV ഞാനല്ല എന്ന് പറഞ്ഞെങ്കിലും വീണ തൻ്റെ മകളാണെന്ന കാര്യം കാരണഭൂതൻ അംഗീകരിച്ചിരിക്കുന്നു. വീണയെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഉടമയൊന്നുമല്ല. ഇതിൽ കേൾക്കുന്ന പണവും വലിയ സംഖ്യ ഒന്നുമല്ലല്ലോ. ചുരുക്കി പറഞ്ഞ ഒരു 22 കോടി എന്നൊക്കെ പറയുന്നത് പിണറായി വിജയൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയൊന്നും അല്ലെന്ന് സാരം. ചെറ്റപ്പുരയിൽ നിന്നും ഒറോട്ടിയൊക്കെ കഴിച്ചു വന്ന ഒരു ബാല്യത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കാർന്നവർ. പക്ഷേ മകളുടെ കാലം വന്നപ്പോഴേക്കും 22 കോടി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സംഖ്യ മാത്രമായി. എൻ്റെ മകളായതുകൊണ്ട് ആ ചെറുപ്പക്കാരിയെ നിരന്തരം വേട്ടയാടുകയാണത്രേ. എന്തിനാണ് ED മുൻ മുഖ്യമന്ത്രി P. വിജയൻ്റെ മകൾ എന്ന് എഴുതിയിരിക്കുന്നത്? വാർത്താക്കുറിപ്പിൽ എന്തിന് അങ്ങനെ ചേർത്തു എന്നാണ് ചോദ്യം. അതെന്നെ മനഃപൂർവ്വം നാണം കെടുത്താനല്ലേ? നശിച്ചാൽ നാണവും കുളിച്ചാൽ കുളിരും തീരുമെന്ന് പറയുന്ന അവസ്ഥയിൽ കഴിയുന്ന താങ്കൾക്ക് ഇതുകൊണ്ടൊന്നും വലിയ നാണക്കേട് സംഭവിക്കാൻ പോകുന്നതേയില്ല. എന്തായാലും ഇപ്പോൾ ദിവസം രാവിലെയും വൈകിട്ടും 2 തവണ വീതം കൈകൾ ശുദ്ധമാണെന്ന് കാണിക്കാനുള്ള ഈ പൊക്കിക്കാണിക്കൽ പരിപാടി ഉണ്ടല്ലോ, അതൊരു ബോർ ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ 3-ാം പക്കം എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെ നമ്മൾ പിന്നെയും ഓർക്കും. കവല എന്ന് ആരെങ്കിലും വിളിച്ചാൽ മുണ്ട് പൊക്കി കാണിക്കും. ഇവിടെ ഇതാ ED എന്നും വീണയെന്നും കേൾക്കുന്ന മാത്രയിൽ പിണറായി വിജയൻ കൈ പൊക്കി കാണിക്കും. പരിശുദ്ധമായ കരങ്ങൾ. ED അവർ പരിശോധന നടത്തുന്ന കേസുകളെ സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പുകൾ കൃത്യമായി ഇറക്കുന്ന പണി പണ്ട് മുതലേ ചെയ്യുന്നതാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് ഇത് വിചിത്രമായ നടപടിയാണെന്നാണ്. എങ്കിൽ പിന്നെ ഡാഷ് മോനെ രേവന്ത എന്ന് താങ്കൾ ഒരു മുഖ്യമന്ത്രിയെ വിളിച്ചതുപോലെ ഡാഷിൻ്റെ മകൾ വീണ T എന്ന് എഴുതാൻ പറ്റുമോ? മോനുള്ള ഒരു സമൻസ് ക്ലിഫ് ഹൗസിൻ്റെ വിലാസത്തിലല്ലേ ഒരിക്കൽ വന്നത്? താങ്കളുടെ വാടക വീട്ടിലും ED റെയ്ഡിന് വന്നില്ലേ? ഇനി എന്ത് നാണം കെടാനാണ്? വീണ എന്ന ചെറുപ്പക്കാരി എന്നൊക്കെയാണ് ഇപ്പോൾ മകളെ വിശേഷിപ്പിക്കുന്നത്. നിയമസഭയിൽ ശുദ്ധമായ കൈകൾ പൊക്കി കാണിച്ചത് സഭയെയും അതിലൂടെ ലോകത്തെയും അറിയിക്കാനാണെങ്കിൽ ഇപ്പോൾ കൈകൾ പൊക്കി കാണിക്കുന്നത് മലയാള മനോരമയെയും മാമൻ മാത്യുവിനെയും കാണിക്കാനാണ്. പിണറായി വിജയൻ്റെ നേരെയായാൽ എന്തും ചെയ്യാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ കൈകൾ എപ്പോഴും ശുദ്ധമാണ്, അതിൽ കറ പുരട്ടാമെന്ന് ആരും ധരിക്കേണ്ട. അതുമാത്രമേ മാമൻ മാത്യുവിനോടും മലയാള മനോരമയോടും പറയാനുള്ളൂ. എന്നിട്ടാണ് 2 കൈകളും പൊക്കി കാണിച്ചത്. എഴുന്നേറ്റ് നിന്നും മടിക്കുത്തുകൂടി ഒന്ന് അഴിച്ചു കാണിക്കണമായിരുന്നു. കൈതോലപ്പായിൽ കാശ് പൊതിഞ്ഞു കെട്ടി കൈകൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തിയ കാലത്താണ് ഇപ്പോഴും പിണറായി വിജയൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പൊക്കി കാണിക്കുന്നത്. ആദ്യം കേട്ടത് 1.25 കോടിയുടെ ഇടപാടാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് 20 കോടി രൂപയോളം കള്ളക്കമ്പനികളിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ഇതൊരു വലിയ ഹവാല ബിസിനസ് ആയിരുന്നു അത്രേ. എൻ്റെ പൊന്നോ, ഇന്നലെ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണോ എക്സാലോജിക്കിൻ്റെ വക്താവ് എന്ന നിലയിലാണോ? 3500 രൂപ വാടകയ്ക്ക് ഷട്ടറിട്ട ഒറ്റമുറി കട വാടകയ്ക്ക് എടുക്കുക, ഒരു A4 സൈസ് പേപ്പറിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കമ്പനിയുടെ പേര് എഴുതി ഭിത്തിയിൽ ചാർത്തുക. ഈ കമ്പനിയാണ് കോടികളുടെ ഇടപാടുകൾ നടത്തുന്നത്. ഒരർത്ഥത്തിൽ ഗതികെട്ട ഒരു ജീവിതമാണ് ഇപ്പോൾ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് പറയുന്നത് എൻ്റെ മകളായതുകൊണ്ടാണ് വീണയ്ക്കെതിരെ വിചിത്രമായ നടപടി എന്നാണല്ലോ. താങ്കളുടെ മകളായതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ മാസപ്പടി വാങ്ങിച്ചും AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങിയും കോടികൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത്? വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു യുവതിയുടെ വിലാസത്തിലേക്ക് കോടികൾ ഒഴുകിയെത്തിയത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയില്ലേ? പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നതുകൊണ്ട് മാത്രം സംഭവിച്ച അത്ഭുതമാണത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 1 കോടി എന്നും 20 കോടി എന്നുമൊക്കെ പറയുന്നത് ഭയങ്കരമായ ഒരു സംഖ്യ ഒന്നുമല്ല. ഇതിനപ്പുറം കണ്ടവനാ പിണറായി വിജയൻ. കൈക്കൂലിയും മാസപ്പടിയും വാങ്ങുന്ന കാശിന് GST അടച്ചാൽ അത് നിയമപരമാകുമെന്ന് ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയെ സമ്മതിക്കണം. EMS നമ്പൂതിരിപ്പാട് മുതൽ VS അച്യുതാനന്ദൻ വരെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ എത്രയോ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ മക്കൾ പിടിക്കപ്പെടുമ്പോൾ വാർത്താ സമ്മേളനം നടത്തി കൈകൾ പൊക്കി കാണിക്കേണ്ട അവസ്ഥ അവർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ തൃശ്ശൂർ രാമനിലയത്തിൽ നായനാരുണ്ടെന്നറിഞ്ഞ് മകൻ കൃഷ്ണകുമാർ അവിടെ ചെന്നുപോലും. മടക്കയാത്രയിൽ അച്ഛനൊപ്പം ചുളിവിൽ തിരുവനന്തപുരത്തിന് പോകാമെന്ന ധാരണയിലായിരുന്നു മകൻ എത്തിയത്. ജനാലയിലൂടെ മകനെ കണ്ട നായനാർ സെക്രട്ടറിയെ വിളിച്ച് ചോദിച്ചു, അവൻ എന്തിനാ വന്നത്? നമുക്കൊപ്പം തിരുവനന്തപുരത്തിന് വരാനാ, സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ ക്ഷുഭിതനായ നായനാർ പറഞ്ഞത്, അവൻ്റെ അച്ഛൻ്റെ കാറല്ല ഇത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടേതാ,
വണ്ടിക്കൂലി കൊടുത്ത് പറഞ്ഞു വിടവനെ എന്നാണത്രേ. മകനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അത് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞയാളാണ് VS അച്യുതാനന്ദൻ. ശമ്പളം കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് മകൾ രാധയെ ജൗളി വാങ്ങാൻ വിട്ട കഥ ഓർക്കുന്നില്ലേ? കുടുംബത്തോടൊപ്പം ഇത്രമാത്രം സുഖിച്ചും ദർബാറടിച്ചും ലോകയാത്ര ചെയ്തും തക്കട തരികട പരിപാടികളെല്ലാം ഒപ്പിച്ചും മകളെ കോടീശ്വരിയാക്കിയും കേരളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വേറെ ആരുണ്ട്? കഴിഞ്ഞ 10 വർഷം ഈ കുടുംബം അങ്ങ് പൂണ്ട് വിളയാടുകയായിരുന്നു. ആ കുടുംബത്തിൻ്റെ താളത്തിനൊപ്പം തുള്ളിക്കൊടുത്തു ഇവിടുത്തെ അന്തം കമ്മികളും പാർട്ടിയും. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ മുഹമ്മദ് റിയാസിൻ്റെ ഒരു വാർത്താ സമ്മേളനം. എത്ര വേട്ടയാടിയാലും കഴുത്തറുത്തു മാറ്റുന്നതുവരെ BJPക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും സംസാരിച്ചു കൊണ്ടിരിക്കും എന്നായിരുന്നു പറച്ചിൽ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നമുക്കും സങ്കടം തോന്നും. ഈ പാർട്ടി കഴുത്തറുത്തു മാറ്റി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരുപാട് പേരുണ്ട് റിയാസെ ഈ നാട്ടിൽ. അതുകൊണ്ട് ആ വിശേഷമൊന്നും മരുമോൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനു മുൻപൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റിയാസ് ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞും ബബ്ബബ്ബ അടിച്ചും സ്ഥലം വിടുന്നതായിരുന്നു പരിപാടി. ഇപ്പോൾ കേസിലേക്കൊക്കെ ചെറുതായിട്ട് കടന്നിട്ടുണ്ട്. വീണയുടെ അക്കൗണ്ടിൽ നിന്നും മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി എവിടുന്ന് കിട്ടിയ വിവരമാണെന്നും ഇതിനെതിരെ റിയാസ് കേസിന് പോകുന്നു എന്നൊക്കെയാണ് പിണറായി വിജയൻ്റെ ഭീഷണി. ഇത്രയൊക്കെ കട്ടയും പടവും അടങ്ങിയിട്ടും ഇത് രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞ് പ്രതിഷേധത്തിനൊരുങ്ങുന്ന പാർട്ടിയെ വേണം സമ്മതിച്ചു കൊടുക്കാൻ. EDയുടെ വാർത്താക്കുറിപ്പിൽ P. വിജയനെന്ന് പറഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ദണ്ണം മാറുന്നില്ല. ആട്ടെ, നാളെ വീണ തായ്ക്കണ്ടിയെയും മരുമകനെയും ED അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവർ വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടത്? അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. മുൻ മുഖ്യമന്ത്രി എന്ന് എഴുതുന്നതിന് പകരം കാരണഭൂതൻ എന്നെഴുതിയാൽ മതിയോ? എന്തായാലും ഒരു വല്ലാത്ത ജാതി വിചിത്ര കമ്മ്യൂണിസ്റ്റാണ് ഈ മനുഷ്യനും അതിയാൻ്റെ കുടുംബവും.